ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇൻസ്റ്റൻ്റായിട്ടൊരു പാൽ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതുകൊണ്ട് 3 in 1 ടീ എന്നൊക്കെ പറയാം. നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും. എന്നാലും നമുക്ക് തന്നെത്താനെ എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്, പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാതെ. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴും ഓഫീസിലൊക്കെ കൊണ്ടുപോയി വെക്കാനും നല്ലതാണ് ഈ രീതിയിൽ ഉണ്ടാക്കി വെച്ചാൽ. ഇവിടെ ഞാൻ 1/4 കപ്പ് ചായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ പഞ്ചസാരയുടെ ആവശ്യം എത്രയാണ് അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ 5-6 ഏലയ്ക്ക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചുക്കിൻ്റെ പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒട്ടും വെള്ളത്തിൻ്റെ അംശം കാണില്ല കേട്ടോ മിക്സിയുടെ ജാറിൽ. ഈ പൊടിച്ചെടുത്തത് ഇന്ന് അരിപ്പയെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഏലക്ക പൊടിച്ചിൻ്റെ തൊലി, ഏലക്കയുടെ തൊലിയൊക്കെ ചിലപ്പോൾ കാണില്ല, അതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാനായിട്ടാണ്. ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഏലക്കയുടെ തൊലിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുറച്ച് സമയം ഒന്ന് 5-10 മിനിറ്റ് നേരം ഒന്ന് തുറന്ന് വെക്കണം. അതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അതിനകത്ത് വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടെങ്കിൽ അത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു 5-10 മിനിറ്റ് നേരം വെക്കാൻ പറഞ്ഞത്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഈ പാൽപ്പൊടി നിങ്ങൾക്ക് പാലിൻ്റെ അളവ് എന്തോരാണോ വേണ്ടത് അതനുസരിച്ചാണ് കേട്ടോ. പാൽപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ പാൽപ്പൊടി ചേർക്കുമ്പോൾ കട്ട എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വെച്ച് അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. നല്ല ഈസി ആയിട്ടുള്ളൊരു മെത്തേഡല്ലേ. അപ്പോൾ നമുക്ക് കടകളിൽ നിന്ന് പ്രിസർവേറ്റീവ് ഒക്കെ ചേർത്ത് മേടിക്കാതെ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള മസാലകൾ ചേർക്കാം. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ വേറെ മസാല ടീ ഉണ്ടാക്കുന്ന രീതിയിൽ വേറെ മസാലപ്പൊടികളൊക്കെ ചേർത്തും ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു പാത്രത്തിൽ അടച്ചു വെക്കുക. ചായ കുടിക്കേണ്ട സമയത്ത് ഇതിനകത്തുനിന്ന് 1 സ്പൂൺ പൊടി എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഇളക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ടീ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ഒരു ചായക്കുള്ള പൗഡർ എന്ന രീതിയിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഞാനിതൊന്ന് അരിച്ച് കാണിക്കാം. അരിച്ച് കഴിഞ്ഞാൽ എന്തോരം മട്ട് വരുമെന്ന് അറിയാം കേട്ടോ. ഇത് വളരെ കുറച്ച് മട്ട് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ.